വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ, പ്രബോധനങ്ങൾ എന്നിവയൊക്കെയാണ് ഈ പ്രോഗ്രാമിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നോയമ്പ് കാലത്തോടനുബന്ധിച്ച് മാർപ്പാപ്പ നൽകിയ സന്ദേശം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇന്ന് ഞാൻ മറ്റൊരു സന്ദേശമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മാർപ്പാപ്പ ഈ കൊല്ലത്തെ ലോക രോഗീ ദിനത്തോടനുബന്ധിച്ച് നൽകിയൊരു സന്ദേശമാണ്. എല്ലാ കാലത്തുമുള്ള ഒരു വിഭാഗമാണ് രോഗികൾ. എല്ലാവരിൽ നിന്നും രോഗികൾ ഉണ്ടാകാം. അപ്പോൾ അതിനാൽ രോഗത്തെക്കുറിച്ചുള്ള മാർപ്പാപ്പയുടെ ആ ചിന്ത നമുക്ക് എന്നും ബാധകമാണ്. ഇത് ആഘോഷിക്കുന്ന ലൂർദ് മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ചാണ് സഭ അഖില ലോക രോഗീ ദിനം ആചരിക്കുന്നത്. ഈ കൊല്ലം ആ ദിനം സ്ഥാപിച്ചതിൻ്റെ 31ാം വർഷമായിരുന്നു. മാർപ്പാപ്പ അതിൽ ഊന്നൽ കൊടുത്ത് പറഞ്ഞൊരാശയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏകാന്തതയുടെയും ഉപേക്ഷിക്കലിൻ്റെയും അവസ്ഥയിലാണ് രോഗികളായ പലരും തങ്ങളുടെ രോഗകാലഘട്ടം ചെലവഴിക്കുന്നത്. ദുഃഖകരമായൊരു കാര്യമാണ്. ഒത്തിരി രോഗികൾ ഏകാന്തതയിലേക്ക്, ഉപേക്ഷിക്കലിലേക്ക് തള്ളിവിടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. നമുക്കറിയാം 31ാമത് ലോക രോഗീ ദിനമാണിത്. അതിനോടനുബന്ധിച്ചുള്ള സന്ദേശമാണിത് മാർപ്പാപ്പയുടേത്. അവിടെ മാർപ്പാപ്പ ആവശ്യക്കാരനായ അപരിചിതനെ സഹായിക്കുന്ന നല്ല സമറിയാക്കാരൻ്റെ ഉപമയെ വ്യാഖ്യാനിച്ചുകൊണ്ട്, പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ ഈ സന്ദേശം നൽകിയിരിക്കുന്നത്. മാർപ്പാപ്പ നോയമ്പുകാല സന്ദേശം ഈശോയുടെ മലയിലെ രൂപാന്തരീകരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ ഇവിടെ നല്ല സമറിയാക്കാരൻ്റെ കഥ വ്യാഖ്യാനിച്ചുകൊണ്ടാണ്, അല്ലെ അതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ ചിന്തകൾ അദ്ദേഹം നൽകിയിരിക്കുന്നത്. രോഗികളെ ഉപേക്ഷിക്കുന്ന ക്രൂരത മറ്റേതൊരു അനീതിയേക്കാളും എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും എന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതിന് നമ്മുടെ ഒരു നിമിഷത്തെ ശ്രദ്ധയും വിചിന്തനവും മാത്രമേ ആവശ്യമുള്ളൂ. ആ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട ആ മനുഷ്യനെ സമറിയാക്കാരൻ ഒന്ന് നോക്കി അവൻ്റെ മേൽ ആ ഒരൊറ്റ നിമിഷം ശ്രദ്ധ പതിഞ്ഞു. അതാണ് മാർപ്പാപ്പ പറയുന്നത്. നമ്മൾ അങ്ങനെ ഒരു തീരുമാനവും ശ്രദ്ധയും നോട്ടവും ഉണ്ടായാൽ മാത്രം മതി എന്നാണ്. അപ്പം അതിനുവേണ്ടി നമ്മുടെ ഉള്ളിലെ അനുകമ്പയിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. നമ്മുടെ ഉള്ളിൽ ഒരു അനുകമ്പയുണ്ട്. മനുഷ്യനെന്ന നിലയിൽ മനുഷ്യത്വത്തിൻ്റെ ഒരു അനുകമ്പ, അത് കണ്ടുപിടിക്കാൻ സാധിക്കണമെന്ന് മാർപ്പാപ്പ ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അവിടെ തലക്കെട്ടായി മാർപ്പാപ്പ എടുത്തു കാട്ടിയിരിക്കുന്നത് ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. സമറിയാക്കാരൻ പറഞ്ഞതാണ്. ആരോടാണ്? സത്രാധിപനോട് പറഞ്ഞതാണ്, നോട്ടക്കാരനോട് പറഞ്ഞതാണ്, ഉടമസ്ഥനോട് പറഞ്ഞതാണ്. അതുകൊണ്ട് കാരുണ്യം രോഗശാന്തിയിലേക്കുള്ള ഒരു സഭാത്മകമായ അഭ്യസനമാണ്, പ്രാക്ടീസാണ് എന്ന് മാർപ്പാപ്പ ഈ രേഖയിൽ പറഞ്ഞു വയ്ക്കുന്നു. പ്രിയ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ തുടങ്ങുന്നു. രോഗം മനുഷ്യാവസ്ഥയുടെ ഭാഗമാണ്. എല്ലാവർക്കും രോഗമുണ്ട്, അത് മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നിരുന്നാലും പരിചരണത്തിൻ്റെയും അനുകമ്പയുടെയും അകമ്പടിയില്ലാത്ത ഒറ്റപ്പെടലിലും ഉപേക്ഷിക്കലിലും അസുഖ കാലഘട്ടം ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥ മനുഷ്യത്വരഹിതമാണ്. മാർപ്പാപ്പ പറഞ്ഞു. ഇത് ലോകം എല്ലാവർക്കും ഉണ്ട്, മനുഷ്യത്വത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അവർ അവഗണിക്കപ്പെടുന്നത് അപകടകരമാണ്, മനുഷ്യത്വരഹിതമാണ്. നമ്മൾ മറ്റുള്ളവരുമായി ഒരു യാത്ര പോകുമ്പോൾ, മാർപ്പാപ്പ ഒരു ഉദാഹരണം പറയുകയാണ്, ഒരാൾക്ക് അസുഖം തോന്നുകയോ ക്ഷീണം കാരണം അല്ലെങ്കിൽ വഴിയിൽ എന്തെങ്കിലും അപകടങ്ങൾ കാരണം നിർത്തേണ്ടി വരികയോ ചെയ്യുന്നത് സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ്. അത്തരം നിമിഷങ്ങളിലാണ് നമ്മൾ എങ്ങനെയാണ് ഒരുമിച്ച് നടക്കുന്നത് എന്നത് വ്യക്തമാകുന്നത്. യാത്രയിൽ നമ്മൾ യഥാർത്ഥത്തിൽ കൂട്ടാളികളാകണം, മാർപ്പാപ്പ പറയുകയാണ്. അതോ ഒരു പാതയിലുള്ള വ്യത്യസ്ത വ്യക്തികളാണോ? നമ്മുടെ താല്പര്യങ്ങൾ നോക്കി മറ്റുള്ളവരെ ഉപേക്ഷിക്കുന്നവരാണോ നാം?
ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ കൂട്ടാളികളാണോ യാത്രയിൽ? ഒരേ പാതയിലുള്ള വ്യത്യസ്ത വ്യക്തികളാണോ? അല്ലെങ്കിൽ നമ്മുടെ താല്പര്യം മാത്രം നോക്കി മറ്റുള്ളവരെ ഉപേക്ഷിക്കുന്നവരാണോ? ഈ ദിനത്തിൽ മാർപ്പാപ്പ പറയുകയാണ്, മുഴുവൻ സഭയും സിനഡൽ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ, നമ്മൾ സിനഡാണ്, മാർപ്പാപ്പയുടെ മനസ്സ് മുഴുവനും സിനഡാത്മകതയാണ്, എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിനെ പറ്റിയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ദുർബലതയുടെയും അസുഖത്തിൻ്റെയും അനുഭവത്തെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അടുപ്പം, അനുകമ്പ, ആർദ്രത, ഇതെല്ലാം ദൈവത്തിൻ്റെ ശൈലിയാണ് എന്ന് മാർപ്പാപ്പ ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ശൈലിയിൽ നമുക്ക് ഒരുമിച്ച് നടക്കാൻ പരിശീലനം കിട്ടേണ്ടതുണ്ട്, പരിശീലിക്കേണ്ടതുണ്ട് എന്ന് മാർപ്പാപ്പ ഇവിടെ ആമുഖമായി പറഞ്ഞു വയ്ക്കുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ ഉയർന്ന ചിന്തകൾ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് മാർപ്പാപ്പ പറയുന്നു. ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ ഉയർന്ന ചിന്തകൾ അങ്ങനെയാണ് നാം വായിക്കുന്നത്. എസെക്കിയേലിൻ്റെ 34-ാം അധ്യായം 15-16 വചനങ്ങൾ മാർപ്പാപ്പ ഇവിടെ എടുത്ത് ഉപയോഗിക്കുന്നു. ഞാൻ തന്നെ എൻ്റെ ആടുകളുടെ ഇടയനായിരിക്കും, ഞാൻ അവയെ വിശ്രമിക്കുന്നതിനെ സഹായിക്കും, യഹോവയായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയിക്കും, ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും, നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വച്ചുകെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും, കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും, നീതിപൂർവം ഞാൻ അവയെ പോറ്റും. ദൈവം പറയുകയാണ്. ഇടയന്മാരെ തെറ്റിപ്പോയൊരവസരത്തിലാണ് കർത്താവ് പറയുന്നത്. മഹാ ഇടയനായ ദൈവം, ദൈവത്തെ ഇടയൻ എന്ന നിലയിലാണ് എസെക്കിയേൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. ചെയ്യുന്ന കാര്യമാണ്, യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പരിഭ്രാന്തി, രോഗം, ബലഹീനത എന്നിവയുടെ അനുഭവങ്ങൾ മനുഷ്യയാത്രയുടെ ഭാഗമാണ്. ഇതെല്ലാം മനുഷ്യയാത്രയിലുണ്ട്. ദൈവത്തിൻ്റെ ആളുകളെ നമ്മിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് പകരം, എല്ലാം ദൈവത്തിൻ്റെ ആളുകളാണ്, അവർ നമ്മെ കർത്താവിൻ്റെ ശ്രദ്ധയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നുവെന്ന് മനസ്സിലാക്കി നാം അവരെ ചേർത്ത് നിർത്തണം. മാർപ്പാപ്പ പറയാണ്, ദൈവത്തിൻ്റെ ആടുകളാണ്, ദൈവത്തിൻ്റെ ആളുകൾ. അവരെ നമ്മിൽ നിന്ന് മാറ്റി നിർത്താതെ, പ്രത്യേകിച്ച് ബലഹീനരായവരെ നമ്മൾ മാറ്റി നിർത്താതെ അവരെ നമ്മുടെ കർത്താവിൻ്റെ ശ്രദ്ധയുടെ കേന്ദ്രത്തിലേക്ക്, ദൈവം ചെയ്യുന്ന എസെക്കിയേൽ പറഞ്ഞതിലേക്ക് നമ്മൾ ചേർത്ത് നിർത്തണം. നമ്മുടെ പിതാവായ ദൈവം തൻ്റെ മക്കളിൽ ഒരാളെപ്പോലും വഴിയിൽ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആശ്വാസകരമായ എന്തൊരു സത്യമാണിത്. ഉപയോഗിച്ച് വലിച്ചെറിയുന്ന സംസ്കാരത്തെ ചെറുക്കാൻ കഴിവുള്ളവരാകണം നാം. മാർപ്പാപ്പ എപ്പോഴും പറയും, മനുഷ്യരെ ഉപേക്ഷിച്ച് സ്ഥാനത്തെ തള്ളിക്കളയുന്ന ഒരു സംസ്കാരമാണ് ഇന്ന് പൊതുവിലുള്ളത്. അവനെ ചെറുക്കാനും യഥാർത്ഥത്തിൽ ഒരുമിച്ച് നടക്കുന്ന ഒരു സമൂഹമാകുന്നത് എങ്ങനെയെന്ന് പഠിക്കാനും നമുക്ക് ആ സ്നേഹനിധിയായ ആ പിതാവിനോടൊപ്പം നടക്കാം. ദൈവം തന്നെ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ നമ്മൾ ഈ ലോകത്ത് മുന്നോട്ട് പോകണം. മാർപ്പാപ്പ അടുത്ത കാലത്ത് 2 കൊല്ലമാകുന്നു എഴുതിയ ഒരു ചാക്രിക ലേഖനമാണ് നാം സഹോദരങ്ങൾ എന്നത്. അവിടെ സമരിയാക്കാരൻ്റെ ഉപമ മാർപ്പാപ്പ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതൊന്നുകൂടി വായിക്കാൻ ഇവിടെ മാർപ്പാപ്പ പറയുകയാണ്. നാം സഹോദരങ്ങളിൽ ഇരുണ്ട മേഘങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ നീങ്ങാമെന്ന് വിശദീകരിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തത് നല്ല സമരിയാക്കാരൻ്റെ ഉപമയാണ്. നാം സഹോദരർ എന്ന ഈ ചാക്രിക ലേഖനത്തിൽ തിരഞ്ഞെടുത്തത് ഈ ഉപമയാണ്. ഒരടഞ്ഞ ലോകത്തിൻ്റെ ഇരുണ്ട മേഘങ്ങളിൽ നിന്ന് മാറി നടക്കാനും ഒരു തുറവുള്ള ലോകം വിഭാവനം ചെയ്യാനും സൃഷ്ടിക്കുവാനും നല്ല സമരിയാക്കാരൻ്റെ ജീവിതം എങ്ങനെ സഹായിക്കുമെന്ന് ചാക്രിക ലേഖനം വളരെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. ഇതാണ് അവിടെ മാർപ്പാപ്പ ചെയ്തത്. അതിൻ്റെ 56-ാം നമ്പർ വായിക്കുന്നത് നല്ലതാണ്. ഈശോയുടെ ഉപമയും ഇന്നത്തെ ലോകത്തിൽ സാഹോദര്യം നിഷേധിക്കപ്പെടുന്ന പല വഴികളും അവ തമ്മിൽ
അഗാധമായ ബന്ധമുണ്ട്. പാപ്പ പറയുന്നു, പ്രത്യേകിച്ച് മർദ്ദിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്ത മനുഷ്യൻ, അവിടെ വഴിയിൽ കടന്നവനാണല്ലോ, ഉപേക്ഷിക്കപ്പെട്ടു എന്നതിന് ഇന്ന് നിരവധി ദൃഷ്ടാന്തങ്ങൾ ഉണ്ട്. എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഇന്നും അതുപോലെ സംഭവിക്കുന്നത്, ആരും നോക്കാതെ അവഗണിക്കപ്പെടുന്നത്. നമ്മുടെ നിരവധി സഹോദരീ സഹോദരന്മാർ സഹായം ആവശ്യമുള്ള സമയത്ത് അവർക്ക് സഹായം ആവശ്യമുണ്ട്, അത് ലഭിക്കാതെ പോകാറുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അനീതിയും അക്രമവും മൂലം മനുഷ്യജീവനും അന്തസ്സിനും നേരിടുന്ന ആക്രമണങ്ങൾക്ക് ഇന്ന് ഒട്ടും കുറവുണ്ടായിട്ടില്ല. വാസ്തവത്തിൽ വർദ്ധിച്ചു വരുന്ന അസമത്വവും കുറച്ചുപേരുടെ നിലവിലുള്ള താല്പര്യങ്ങളും എല്ലാ മനുഷ്യ പരിസ്ഥിതികളെയും ബാധിക്കുന്നുണ്ടെന്നും മാർപ്പാപ്പ പറയുകയാണ്. ഏതൊരു അനുഭവവും സ്വാഭാവിക കാരണങ്ങളാൽ സംഭവിക്കുന്നത് മാത്രമായി കണക്കാക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. എല്ലാ കഷ്ടപ്പാടുകളും സംഭവിക്കുന്നത് സാംസ്കാരികമായ ചുറ്റുപാടുകളുടെയും വൈരുദ്ധ്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ തന്നെയാണ് എന്ന് പരിശുദ്ധ പിതാവ് ശക്തമായി ഇവിടെ എടുത്തു കാട്ടുകയാണ്. എല്ലാം സംഭവിക്കുന്നത് നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന ചില നിലപാടുകൾ കൊണ്ടാണ്, നമ്മുടെ മനോഭാവങ്ങൾ കൊണ്ടാണ്. സ്വാഭാവികമെന്ന് പറഞ്ഞ് നമ്മൾ തള്ളുന്ന പല സംഭവങ്ങളുടെയും പിന്നിലെ വ്യക്തികൾ അനുഭവിക്കുന്ന ഏകാന്തതയുടെയും ഉപേക്ഷിക്കലിൻ്റെയും അവസ്ഥ തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിലുള്ള ക്രൂരത മറ്റേതൊരു അനീതിയേക്കാളും മാർപ്പാപ്പ ആമുഖത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ ചുരുക്കി പറഞ്ഞതുപോലെ, എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുന്നതാണ്. കാരണം ഉപമ നമ്മോട് പറയുന്നത് പോലെ അത് ഇല്ലാതാക്കാനും നമ്മുടെ ഉള്ളിലെ അനുകമ്പയിലേക്ക് നടക്കുന്നതിനും നമ്മുടെ ശ്രദ്ധയുടെ ഒരു നിമിഷം ചെലവാക്കിയാൽ മാത്രം മതി, അവിടെ വന്നാൽ മതി. ഭക്തരും മതവിശ്വാസികളുമായ 2 യാത്രക്കാർ, പുരോഹിതനും ലേവായനും, മുറിവേറ്റ മനുഷ്യനെ കണ്ടു. എന്നിട്ടും അവരുടെ ശ്രദ്ധ അയാളിലേക്ക് തിരിയുന്നില്ല. എന്നിരുന്നാലും 3ാമത്തെ വഴിയാത്രക്കാരൻ, ഒരു സമറിയാക്കാരൻ, നിന്ദിതനായ വിദേശി, അവരുടെ അവസ്ഥ അതാണ്. അനുകമ്പയോടെ വഴിയിൽ ആ അപരിചിതനെ പരിചരിക്കുകയും അവനെ ഒരു സഹോദരനെ പോലെ പരിഗണിക്കുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവൻ ഒരു മാറ്റമുണ്ടാക്കുകയാണ്. അവൻ ലോകത്തെ കൂടുതൽ സഹോദര സ്നേഹമുള്ളതാക്കി മാറ്റിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മാർപ്പാപ്പ നമുക്ക് മാതൃകയായി നൽകുന്നത്. ഈശോ തന്നെ പഠിപ്പിച്ച ഉപമയാണല്ലോ അത്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, രോഗത്തെ സ്വീകരിക്കാൻ നാം പലപ്പോഴും ഒരുങ്ങാറില്ല. പലപ്പോഴും നമുക്ക് പ്രായമാകുന്നുവെന്ന് സമ്മതിക്കാൻ പോലും നാം പരാജയപ്പെടുന്നു. ഇതാണ് പലരുടെയും അവസ്ഥ. നമ്മുടെ ദുർബലത നമ്മെ ഭയപ്പെടുത്തുന്നു. കാര്യക്ഷമതയെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന സംസ്കാരമാണെന്നുള്ളത്. എഫിഷ്യൻസിയെ, കാര്യക്ഷമത എന്ന് മാത്രമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മുടെ ബലഹീനതകളെ നമ്മൾ അടിയിൽ മറച്ചു വയ്ക്കുന്നു. നമ്മുടെ മാനുഷിക ബലഹീനതകൾക്ക് എവിടെയും നമ്മൾ ഇടം ലഭിക്കുന്നില്ല. എല്ലാ ബലഹീനതകളും മറച്ചു വയ്ക്കാനാണ് നമ്മൾ ശ്രമം. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ മാനസിക രോഗങ്ങൾ പ്രത്യേകിച്ച് മറച്ചു വയ്ക്കാനാണ് നിഷേധിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ വിധത്തിൽ രോഗം നമ്മെ മുറിവേൽപ്പിക്കുകയും അക്ഷമരാക്കുകയും ചെയ്യുന്നു. കാര്യം ഓർക്കണം, നാം നമ്മുടെ ബലഹീനതകൾക്ക് മുമ്പിൽ സ്തംഭിച്ചു പോകുന്നു. ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. മാത്രമല്ല, അത്തരം സമയങ്ങളിൽ മറ്റുള്ളവർ നമ്മെ ഉപേക്ഷിച്ചേക്കാം എന്ന് നാം ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബലഹീനതയുടെ നിമിഷങ്ങളിൽ ഒരു ഭാരമാകാതിരിക്കാൻ മറ്റുള്ളവരെ ഉപേക്ഷിക്കണമെന്ന് നമുക്ക് തോന്നിപ്പോകുകയാണ്. നമ്മൾ തന്നെ മറ്റുള്ളവരെ വിട്ടുപോകുന്ന ആളുകൾ പോലും ഉണ്ട്. ഇങ്ങനെയാണ് ഏകാന്തത ഉടലെടുക്കുന്നത്. മാർപ്പാപ്പ ഇതുകൊണ്ടാണ് ഏകാന്തത വന്നിരിക്കുന്നത്. അനീതിയുടെ കൈപ്പേറിയ വികാരത്താൽ മനസ്സ് പലപ്പോഴും വിഷലിപ്തമാകാം. ദൈവം തന്നെ നമ്മെ ഉപേക്ഷിച്ചതുപോലെ തോന്നാം. വാസ്തവത്തിൽ മറ്റുള്ളവരുമായി നമ്മോട് തന്നെയും നമുക്കുള്ള ബന്ധം തകരാറിലാകുമ്പോൾ കർത്താവുമായി സമാധാനത്തിൽ നിലനിൽക്കാൻ നമുക്ക്
ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എന്നതും സത്യമാണ്. അതിനാൽ അസുഖത്തിനിടയിലും മുഴുവൻ സഭ മുഴുവൻ എല്ലാവരും നല്ല സമറിയാക്കാരൻ്റെ സുവിശേഷ മാതൃകയ്ക്കൊപ്പം സ്വയം അളക്കുന്നത് ഒരു നിർണായകമായ കാര്യമാണ്. അപ്പം അവൻ്റെ വെളിച്ചത്തിൽ നാം നമ്മുടെ ജീവിതത്തെ വിലയിരുത്തണം, അളന്നു നോക്കണം. സഭ ഒരു യഥാർത്ഥ ഫീൽഡ് ഹോസ്പിറ്റലാണ്, യുദ്ധസ്ഥലത്തെ ആശുപത്രിയാണ്. മാർപ്പാപ്പയ്ക്ക് ഇഷ്ടമുള്ള ഒരു പ്രയോഗമാണിത്. നമ്മൾ അങ്ങനെ ആയിരിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. സഭയുടെ ഒരു മുഖം ലോകത്തിന് മുമ്പിൽ അങ്ങനെയാണ് നടക്കേണ്ടത്. അവളുടെ കരുണ പരിചരണ പ്രവർത്തനങ്ങളോട് പ്രതികരിക്കേണ്ടതും ഇന്ന് വളരെ അനിവാര്യമായി മാർപ്പാപ്പ കാണുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാലത്തെ പ്രത്യേക ചരിത്ര സാഹചര്യത്തിൽ നാം എല്ലാവരും തന്നെ ദുർബലരാണ്. പരസ്പരം നിലനിർത്താനും സമീപിക്കാനും സുഖപ്പെടുത്താനും ഉയർത്താനും കഴിയുന്ന അനുകമ്പ ഇന്ന് എല്ലാവർക്കും ആവശ്യമായിരിക്കുന്നു എന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതാണ് സത്യം. രോഗികളുടെ ദുരവസ്ഥയെ, നിസ്സംഗതയെ ഇല്ലാതാക്കാനും സഹോദരന്മാരും തങ്ങൾക്കില്ലെന്ന് വേദനിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാനും മാർപ്പാപ്പ പറയാണ്, പ്രാർത്ഥനയിലൂടെ അവരോട് ചേർന്ന് നിൽക്കാനും ആണ് ഈ ലോക രോഗീ ദിനം തുടക്കം കുറിച്ചിരിക്കുന്നത്, നമ്മോട് ആവശ്യപ്പെടുന്നത്. 3 കാര്യങ്ങളാണ്. ഒന്ന്, രോഗികളുടെ ദുരവസ്ഥയോടുള്ള നിസ്സംഗത, നമ്മുടെ ഇൻഡിഫറൻറ്റിസം ഇല്ലാതാക്കാനാണ്. സഹോദരന്മാരില്ലെന്ന് വേദനിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാനാണ്. ഞങ്ങൾക്കാരും ഇല്ല എന്ന് വിലപിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കണം. പ്രാർത്ഥനയിലൂടെ അവരോട് ചേർന്ന് നിൽക്കാനും അതിനുവേണ്ടി ആ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിക്കാനാണ് ലോക രോഗീ ദിനമൊക്കെ ഇടയാകേണ്ടത്, മുന്നോട്ടുള്ള നമ്മുടെ പോക്കിലും സഹായമാകേണ്ടത്. അതുപോലെ തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ളൊരു പുതിയ മാർഗത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആളുകളുടെയും ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങളെയും പൊതുസമൂഹത്തെയും ബോധവൽക്കരിക്കാനും ഈ രോഗീ ദിനം ഇടയാകും. അത് അനുഗ്രഹപ്രദമാകും. ആരോഗ്യമാണ്, നമ്മുടെ ജനങ്ങളെ തന്നെ നമ്മൾ ബോധവൽക്കരിക്കണം, ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണം, പൊതുസമൂഹത്തെയും ബോധവൽക്കരിക്കണം. എസെക്കിയേലിൻ്റെ നമ്മൾ ഉദ്ധരിച്ച വചനം മാർപ്പാപ്പ പറയുകയാണ്, സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ അധികാരം കൈയാളുന്നവരുടെ മുൻഗണനകളെ കഠിനമായി വിധിക്കുന്നുണ്ട്. ഈ ആളുകളാണല്ലോ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, രാഷ്ട്രീയമായും സാംസ്കാരികമായും സാമ്പത്തികമായും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ. ഈ പറയുന്ന ആളുകളോട് കാണിക്കേണ്ട ആ ഉത്തരവാദിത്വമാണ്, വെല്ലുവിളിയാണ് അവരുടെ മുമ്പിലുള്ളത് എന്ന് പറയുകയാണ്. അവരെ വിധിക്കാൻ ഈ കർത്താവിൻ്റെ വാക്കുകളാണ് എടുക്കേണ്ടത് എന്നും. നിങ്ങൾ മേധസ് ഭക്ഷിക്കുകയും, ഇതാ നടക്കുന്നത്, രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല, ദുർബലമായതിന് നിങ്ങൾ ശക്തി കൊടുത്തില്ല, മുറിവേറ്റതിനെ വച്ചു കെട്ടിയില്ല, വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവരികയോ കാണാതായതിനെ തേടുകയോ ചെയ്തില്ല. മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങൾ അവയോട് പെരുമാറി. എസെക്കിയേലിൻ്റെ 34-ാം അധ്യായം 3-4 വചനങ്ങളാണ്. ഇപ്പം നോക്കിക്കേ, അധികാരത്തിലിരിക്കുന്നവർ, അത് പുരോഹിതർ, മതാധികാരികളാകട്ടെ, സാമ്പത്തിക അധികാരികളാകട്ടെ, രാഷ്ട്രീയക്കാരാകട്ടെ, ഈ തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ഉണ്ടാകേണ്ടത്. ആളുകളുടെ മേൽ ശ്രദ്ധയുള്ള, അവരുടെ ഉന്നതി നോക്കുന്ന ആളുകളാകണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ദൈവവചനം അപലപിക്കുന്ന കാര്യങ്ങളിലും നിർദ്ദേശിക്കുന്ന തത്വങ്ങളിലും പ്രകാശിപ്പിക്കുന്ന ഘടകങ്ങളാണ് നല്ല സമറിയാക്കാരൻ്റെ ഉപമയുടെ ഉപസംഹാരം. ഈ ഉപമ മുഖാമുഖമായി ആരംഭിച്ച സാഹോദര്യത്തിൻ്റെ വ്യായാമം എങ്ങനെ സംഘടിത പരിചരണത്തിലേക്ക് വിപുലീകരിക്കാമെന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളാണുള്ളത്. സത്രത്തിൻ്റെ ഘടകങ്ങൾ, സത്രം സൂക്ഷിപ്പുകാരൻ, പണം, സാഹചര്യങ്ങളെക്കുറിച്ച് അറിയിക്കണമെന്ന വാഗ്ദാനങ്ങളെല്ലാം അവിടെ ഉണ്ടല്ലോ. ആ തരത്തിലാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത്. ആരോഗ്യ പരിപാലനത്തിൻ്റെ കാര്യത്തിൽ സാമൂഹ്യ പ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും എല്ലാം
ഉണ്ടായിരിക്കേണ്ട പ്രതിബദ്ധതയാണ് ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ആ സത്രക്കാരോടുള്ള സമരക്കാരൻ്റെ പ്രതികരണവും എല്ലാം സൂചിപ്പിക്കുന്നതാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ദിവസവും തിന്മയെ അഭിമുഖീകരിക്കുന്ന ഈ മേഖലകളിൽ സമൂല പരിവർത്തനം ആവശ്യമാണെന്ന് ഈ സമരക്കാരൻ്റെ ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാർപ്പാപ്പ പലപ്പോഴും പറഞ്ഞു, കോവിഡ് കാലത്ത് ഡോക്ടർമാരെ, നേഴ്സുമാരെ, എല്ലാ പ്രവർത്തകരും ഒന്നിച്ചു നിന്ന് ധീരതയോടെ അതിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്ന കാര്യം. പിന്നെ ഒരു പ്രശ്നം വന്നത് പാവപ്പെട്ട രാജ്യങ്ങളും പാവപ്പെട്ടവരും അവഗണിക്കപ്പെട്ടു വാക്സിനേഷനൊക്കെ ഉണ്ടായപ്പോൾ. അപ്പോൾ അത് അദ്ദേഹത്തിന് വലിയ മുറിവുണ്ടാക്കിയ കാര്യമാണ്. അത് ഉണ്ടാകരുത്. എല്ലാവർക്കും ലഭിക്കുന്ന ശുശ്രൂഷ, പരിചരണം ലഭിക്കുന്ന ഒരു സംസ്കാരമാണ് ഉണ്ടാകേണ്ടത്. അതിന് വേണ്ടുന്ന തന്ത്രങ്ങളും വിഭവങ്ങളും അന്വേഷിക്കണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. അവനെ പരിപാലിക്കാൻ സമരക്കാരൻ സത്രക്കാരനെ വിളിക്കുന്നു. ഈശോ നമ്മെ ഓരോരുത്തരെയും ഇതേ രീതിയിൽ വിളിക്കുന്നുണ്ട്. നീയും പോയി അതുപോലെ ചെയ്യുക. അതാണല്ലോ കഥ അവസാനിക്കുന്നത്. അങ്ങനെയാണ്, ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണല്ലോ കഥ പറയുന്നത്. മാർപ്പാപ്പയുടെ ആ രേഖയിൽ നാം സോദരർ, മാർപ്പാപ്പ തന്നെ എഴുതിയൊരു വാചകം വീണ്ടും മാർപ്പാപ്പ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. മറ്റുള്ളവരുടെ അരക്ഷിതാവസ്ഥയോടെ താതാത്മ്യം പ്രാപിച്ചവരും മറ്റുള്ളവരുടെ കഷ്ടസ്ഥിതിയിൽ അവരോട് ചേർന്ന് നിൽക്കുന്നവരും പൊതുനന്മയ്ക്കായി വീണുപോയവരെ പിടിച്ചുയർത്തിക്കൊണ്ടും അവരുടെ അയൽക്കാരായി തീർന്നുകൊണ്ടും നിരാകരിക്കലിൻ്റെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വൈമനസ്യം കാണിക്കുന്നവരുമായ സ്ത്രീ പുരുഷന്മാരാൽ എപ്രകാരം ഒരു സ്നേഹക്കൂട്ടായ്മയെ പടുത്തുയർത്താനാവുമെന്ന് നമ്മുടെ നല്ല സമരക്കാരൻ്റെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാർപ്പാപ്പ ആ രേഖയുടെ 67-ാം നമ്പറിലാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ സ്നേഹത്തിൽ മാത്രം കണ്ടെത്താവുന്ന ഒരു സാക്ഷാത്കാരത്തിനായി നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മാർപ്പാപ്പ നമ്മളോട് പറയുന്നു, സഹനത്തോടെ നിസ്സംഗരായിരിക്കാൻ നമുക്ക് ഒരു തരത്തിലും പറ്റില്ല എന്നും മാർപ്പാപ്പ പറയുകയാണ്. പരിശുദ്ധ മറിയത്തോടനുബന്ധിച്ചാണല്ലോ, ലൂർദ് തിരുനാളിനോടനുബന്ധിച്ചാണല്ലോ ഈ ചിന്തകൾ നൽകുന്നതും രോഗിദിനം ആചരിക്കുന്നതും. രോഗികളുടെ സൗഖ്യമായ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം, മാധ്യസ്ഥം തേടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ രേഖ ഉപസംഹരിക്കുന്നത്. നമുക്കത് സഹായകമാകട്ടെ, പാഠമാകട്ടെ. അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശവുമായി കാണാൻ നമുക്ക് ദൈവം ഇടവരുത്തട്ടെ.